ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നാം ഭക്ഷണം കഴിക്കാതെ അതിന് രുചിയില്ല എന്ന് പറയാമോ? നാം ഒരു ഭക്ഷണത്തെ രുചിച്ചറിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ളവരോട് അത് നിർദ്ദേശിക്കാറുള്ളത്. നാം ദൈവത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം, ഒരുപക്ഷെ പ്രസംഗിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ രുചിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. രുചിച്ചറിയണമെങ്കിൽ ആ സാന്നിധ്യം അത്രമേൽ മാധുര്യമേറിയതായിരിക്കണം. അത് നാം തിരിച്ചറിയുകയും വേണം. ഒരു തവണ രുചിച്ചറിഞ്ഞാൽ നാം അത് വീണ്ടും വീണ്ടും ആഗ്രഹിക്കും. ചിലർ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ ഏറ്റവും രുചിയേറിയ ഭക്ഷണം ആഗ്രഹിക്കുന്നത് പോലെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. മരണക്കിടക്കയിലായിരുന്ന ഒരു സഹോദരൻ കപ്പയും മീനും കഴിക്കാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അതിൻ്റെ രുചി തന്നെ. സങ്കീർത്തനം 34:8 ദാവീദ് പറയുന്നത് കേൾക്കൂ. കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ എത്ര ഭാഗ്യവാൻ. ഇവിടെ ഇത് പറയാൻ ദാവീദിനെ ഇടയാക്കിയ ആ സാഹചര്യം നമുക്കൊന്ന് വിലയിരുത്താം. ശൗലിൻ്റെ കയ്യിലകപ്പെടാതെ ഓടിപ്പോകുന്ന ദാവീദ് ഫെലിസ്ത്യ രാജാവിൻ്റെ കയ്യിലകപ്പെടുകയും ബുദ്ധിഭ്രമം നടിച്ച് രക്ഷപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. രണ്ടുപേരാലും ജീവൻ നഷ്ടപ്പെടേണ്ടിയിരുന്ന ദാവീദിനെ രക്ഷിച്ചത് കർത്താവാണെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു. ആ സ്നേഹം രുചിച്ചറിഞ്ഞു. എന്നിട്ട് നമ്മെയും രുചിച്ചറിയാൻ ക്ഷണിക്കുകയാണ് ഈ വരികളിലൂടെ. ജീവിതത്തിൻ്റെ ഒരു കൊടുങ്കാറ്റിൽ നിന്ന്, അല്ലെങ്കിൽ അപകടത്തിൽ നിന്ന്, അതുമല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിപത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷപ്പെടുത്തുമ്പോൾ അത് തിരിച്ചറിയാൻ ഇടയായാൽ നമുക്ക് ദൈവത്തെ രുചിച്ചറിയാം. നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ കർത്താവിൻ്റെ നന്മ ആസ്വദിക്കാനും രുചിച്ചറിയാനും നമുക്ക് കഴിയും. പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് കഷ്ടങ്ങൾ വന്നാൽ കാര്യങ്ങൾ സ്വന്തം കൈകളിൽ എടുക്കാൻ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം. ദൈവത്തെ ശപിച്ചു മരിക്കാൻ ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ. എന്നാൽ ഇയ്യോബ് ദൈവത്തെ ശപിച്ചു മരിച്ചില്ല. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസ്തനായി തുടർന്നു. അതിനാൽ തുടർന്നുള്ള ജീവിതത്തിൽ ഇയ്യോബിന് ദൈവത്തെ രുചിച്ചറിയാനായി. ദൈവത്തെ കണ്ടുമുട്ടിയവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ ദൈവത്തെ രുചിച്ചറിഞ്ഞ സന്ദർഭങ്ങൾ കാണാറുണ്ട്. യേശുവിനോട് അടുക്കുമ്പോൾ നമുക്ക് യേശുവിനെ രുചിച്ചറിയാനാകും. ആ രുചി നന്നായി ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ നാം പിന്നെ യേശുവിനെ വിട്ടുപോകില്ല. കാരണം മറ്റെവിടെ നിന്നും നമുക്കത് കിട്ടുകയില്ല. 1 പത്രോസ് 2:3 ഈ ആസ്വാദനത്തെക്കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. നാം വലിയ തലക്കനത്തോടുകൂടെ മുതിർന്ന ആളെന്ന നിലയിൽ കർത്താവിനടുത്തേക്ക് ചെന്നാൽ നമുക്ക് കർത്താവിനെ രുചിച്ചറിയാനാകില്ല. അതാണ് ശിശുക്കളെ പോലെ അവിടുത്തെ സമീപിക്കണമെന്ന് യേശു പറയുന്നത്. മാത്യു 18:3 വായിക്കുക. നാം പലപ്പോഴും പലവ്യഞ്ജനക്കടയിലോ സൂപ്പർ മാർക്കറ്റിലോ പോകുമ്പോൾ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് പോലെ അപേക്ഷകളുടെ ഒരു വലിയ ലിസ്റ്റായിട്ടായിരിക്കാം ദൈവത്തെ സമീപിക്കുക. അങ്ങനെ ഒരു സമീപന രീതിയിൽ ദൈവത്തെ ആസ്വദിക്കാനാകുമെന്ന് തോന്നുന്നില്ല. കഴിക്കുക, രുചിക്കുക, ഇവ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. രുചി നമ്മെ തൃപ്തിപ്പെടുത്തുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ കൂടെ അല്പനേരം ചെലവഴിക്കണമെന്ന ആഗ്രഹത്താൽ ദൈവത്തെ സമീപിച്ചാൽ നമുക്ക് ദൈവത്തെ രുചിച്ചറിയാനാകും. സഹോദരങ്ങളെ, നാം ഭക്ഷണം കഴിച്ചു നോക്കിയിട്ട് വേണം രുചി ഉണ്ടെന്ന് പറയാൻ. നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന രുചിയേറിയ ഭക്ഷണം കണ്ടിട്ട് അത് കഴിക്കാതെ പല കാര്യങ്ങളും നിരൂപിച്ച് അത് തള്ളിക്കളഞ്ഞാൽ ആർക്കാണ് നഷ്ടം? നമുക്ക് തന്നെ. അതുപോലെ കർത്താവ് നമുക്ക് സമീപസ്ഥനായിട്ട് വേണ്ട എന്ന് വിചാരിക്കുന്നവർ എങ്ങനെയാണ് കർത്താവിനെ രുചിച്ചറിയുക? എബ്രായർ 2:3-4 കേൾക്കൂ. പ്രാരംഭത്തിൽ കർത്താവ് തന്നെ നമുക്ക് രക്ഷ പ്രഖ്യാപിച്ചു തന്നു. കേട്ടവർ അത് നമുക്ക് ഉറപ്പിച്ചു തന്നു. ദൈവം തന്നെ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വിവിധ വീര്യപ്രവൃത്തികളിലൂടെയും അത് സ്ഥിരീകരിച്ചു. മാത്രമല്ല, തിരുഹിതപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി അവിടുന്ന് രക്ഷ സാക്ഷിച്ചുറപ്പിച്ചു തന്നു. ഇത്രയും മഹത്തായ ഈ രക്ഷ അവഗണിച്ചാൽ ശിക്ഷയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും? യേശുവിൽ ദൈവം നമ്മെപ്പോലെ ചെറുതും സാധാരണക്കാരനുമായി തീർന്നു. നമ്മോടൊപ്പം നടന്നും ഭക്ഷിച്ചും ഉറങ്ങിയും ജീവിച്ചു. ദുഃഖങ്ങൾ അനുഭവിച്ചു, കഷ്ടതകളിൽ പങ്കുകൊണ്ടു.
ഞാൻ കർത്താവിനെ കണ്ടു എന്ന് മഗ്ദലന മറിയം പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ സമീപസ്ഥനായ കർത്താവിനെ കാണാം, അനുഭവിക്കാം. കേൾക്കുക, കാണുക, വായിക്കുക, അറിയുക, ഇതെല്ലാം പുറമേയുള്ളതാണ്. രുചിച്ചറിയുക, അതൊരു ആത്മീയ തൃപ്തിയുടെ അനുഭവമാണ്. യേശുവിനെ രുചിച്ചറിയാൻ ഏവർക്കും കഴിയട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.